ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ ഒരു കുട്ടിയല്ല, എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരു പാരൻറ്റിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് കൊണ്ടുവന്ന്, അപ്പോൾ എൻ്റെ മോൾ ഓടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അമ്മ ഇതെന്തുവാണ്? അപ്പോൾ ഞാൻ പറഞ്ഞത് കേക്കാണ്. ആർക്കുള്ള കേക്കാണ്? അപ്പം ഞാൻ പറഞ്ഞു വിദ്യ ആൻറ്റിയുടെ കേക്കാണ്. എന്തിന് വാങ്ങിച്ചു? ആരും വാങ്ങിച്ചു? അമ്മയാണോ വാങ്ങിച്ചത്? എൻ്റെ പൊന്നെ, 1000 ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവൾ. അപ്പോൾ എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്നതിന് കാരണം രാവിലെ ഞാൻ എണീച്ച സമയത്ത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കകത്ത്. പിന്നെ അവൾക്ക് കേക്കൊക്കെ കൊടുത്തു, വിഷ് ചെയ്തു. ഇതാണ് വിദ്യ. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ തകർത്തിങ്ങനെ പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് അരങ്ങേറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിങ്ങിന് നടക്കുകയാണ്. ഞങ്ങൾക്കും ഉണ്ട്, പാരൻറ്റിനും ഉണ്ട്, പിള്ളേർക്കും ഉണ്ട്, പിന്നെ അതിന് കുഞ്ഞു മുതലുള്ള എല്ലാ പിള്ളേർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രാക്ടീസിങ്ങിന് 1 മണിയായപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് സാറ് പറഞ്ഞിട്ട്, അപ്പോൾ പിള്ളേരെല്ലാം പെട്ടെന്ന് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടിയ സമയത്ത് അവിടുത്തെ ഒച്ചപ്പാട് കൊണ്ട് എനിക്ക് അവിടുത്തെ വോയിസ് ഓവർ ഇടാനായിട്ട് പറ്റുന്നില്ല. എന്നാലും ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നതിൻ്റെ ആ ഒരു ഇതിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഈ കേക്ക് എടുത്തുകൊണ്ട് പോയി ആശയുടെ കൈ കൊടുത്തിട്ട് അവിടെ സെറ്റാക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേക്ക് കണ്ടപ്പോൾ തന്നെ. പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ കേക്കല്ലേ. ഇവിടെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കേക്ക് കഴിച്ച് എനിക്ക് വീട്ടിൽ പോകുമ്പോൾ മോൻ എന്നോട് പിണങ്ങും എന്നെനിക്കറിയാമായിരുന്നേ. അപ്പോൾ വന്നതുപോലെ അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവന് മാത്രം കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബഹളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ അവനൊരു കേക്ക് വാങ്ങിച്ചു കൊടുക്കുക, ഒരു പീസ് കേക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ഒരു പ്രോമിസിൽ ഓക്കെ ആയി നിൽപ്പുണ്ട് നാളെ. ഓക്കെ, പിന്നെ കേക്ക് ഇവിടെ വെച്ചിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. പിന്നെ അതേ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അപ്പം ഞാൻ ഇവിടുത്തെ വോയിസ് ഓവർ ഇടാമേ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തുള്ള വോയിസ് ഓവർ ഇടാം. ഓക്കെ. അങ്ങനെ വിദ്യ കേക്കൊക്കെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ട് ആ കേക്ക് എടുത്ത് അങ്ങനെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി എല്ലാവർക്കും ഒരു പീസ് കേക്ക് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ സർപ്രൈസ് കേക്ക് കട്ട് ചെയ്യൽ. പിന്നെന്താണ്, അടുത്തിനി എൻ്റെ കുറച്ച് വിശേഷം പറയാം കേട്ടോ. എനിക്ക് കുഞ്ഞു മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ മിഠായി സ്കൂളിൽ ക്ലാസ്സിലെ പിള്ളേർക്ക് കൊടുക്കണമെന്നുള്ളത്. പക്ഷെ അതെന്തോ എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ട് മിഠായി കൊടുത്തിട്ടുണ്ട്. അത് ആശിച്ചാണ് കേട്ടോ അങ്ങനെ കൊടുത്തത്, അല്ലാതെ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ മക്കളിലൂടെ ഇപ്പം സാധിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ അവരുടെ ബർത്ത്ഡേ സമയത്ത് വാങ്ങിച്ച് വീടിൻ്റെ ചുറ്റുപാടും പിന്നെ അവരുടെ ക്ലാസ്സിലൊക്കെ കൊടുത്തു വിടാറുണ്ട്. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം. പിന്നെ എന്തോന്നാണ്, പിന്നെ ഈ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ച്, ഞാൻ ഡാൻസ് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ പ്രായത്തിൽ നീ എന്തിനാണ് ഡാൻസ് പഠിക്കുന്നത്? മെയിനായിട്ട് മറ്റുള്ളവർക്ക് ഹർട്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ ആരും തന്നെ ചോദിക്കാതിരിക്കുക. ദാറ്റ്സ് എ മെയിൻ പോയിൻറ്റ്. പിന്നീടെന്നുള്ളത്, ഇപ്പോൾ ഡാൻസ് എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മോൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്ലാസ്സിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഇവിടുത്തെ ക്ലാസ് കണ്ടുപിടിക്കുകയും അപ്പോൾ എന്ത് ചെയ്തു, ഞാനും കൂടെ കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കണ്ടിന്യൂ ചെയ്തതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ, ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഫ്രണ്ട്സ്, നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട്.
പിന്നെ എന്തോന്നാണ് ലൈഫിൽ ടൈം വേസ്റ്റാക്കി കളയുന്നില്ല എന്നുള്ളൊരു ചിന്ത കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം പുറത്തൊക്കെ പോയി ചെറിയ രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസ് ക്ലാസ് കൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല, നല്ല രീതിയിൽ ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കുള്ള ആൻസർ ആയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. അവർ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ഒരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കളിച്ച് തളർന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു സാറ് വിളിച്ചിട്ട് നമുക്ക് അടവുകൾ നോക്കാമെന്ന് പറയുന്നത്. പിന്നെ സാറ് മെയിനായിട്ടും നമുക്ക് പുതുതായിട്ട് വരുന്നവർക്ക് ഓരോ സ്റ്റെപ്പും ഓരോ കുറേ പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. മനസ്സിലാക്കി എടുക്കുന്നത് വരെ പറഞ്ഞു തരും നല്ല ക്ഷമയോടെ. അപ്പോൾ അതൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ബെറ്ററാണ്. അപ്പോൾ എന്തോന്നാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കില്ല. അപ്പം ഓക്കെ.